ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും സ്നേഹമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എപ്പോഴും ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും യേശു തന്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ മാനസാന്തരം വളരെ അത്യന്താപേക്ഷിതമാണ്. അതാണ് യേശു അപ്രകാരം പറയുവാനിടയായത്. മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ നശിച്ചു പോകുമെന്നാണ് യേശു പറഞ്ഞത്. നാശത്തിലേക്ക് പോകുവാൻ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല എങ്കിലും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന പല അന്തരീക്ഷങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കേണ്ടി വരും, നേരിടേണ്ടി വരും. അപ്പോഴവിടെ ദൈവം പറഞ്ഞിരിക്കുന്നതായ ഈ കാര്യം, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള വിശ്വാസം എത്ര വലുതാണോ, നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങളാണേലും അതിനെ ലഘൂകരിക്കുവാനും അതിനെ ഇല്ലാതെയാക്കുവാനും ദൈവത്തിന് കഴിയും. നാം സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായും നല്ല സമാധാനമായിരിക്കുവാൻ ദൈവം നമ്മളോട് ഇടപെടും, ദൈവം നമ്മളെ സഹായിക്കും. അതിനാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന. അത് ശിഷ്യന്മാരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെ ചെന്നാലും അവിടെയൊക്കെയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. അതാണ് ഇന്ന് ലോകം മുഴുവൻ ഈ സമാധാന സന്ദേശം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരുവരും രക്ഷയില്ല. യേശുക്രിസ്തു എന്ന ഏക രക്ഷകൻ, ആ രക്ഷകനിൽ കൂടിയാണ് നമുക്ക് രക്ഷയും സമാധാനവും ശാശ്വതമായ ഒരു ജീവിതം. അത് ലഭിക്കുവാൻ മറ്റൊരു മാർഗവുമില്ല, മറ്റൊരു വഴിയുമില്ല. ഇവിടെ പറയട്ടെ, ശീലോഹം എന്ന പദത്തിന്റെ അർത്ഥം സമാധാന പൂർണ്ണത അഥവാ സമാധാനമുണ്ടാക്കുന്നവൻ എന്ന. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ സമാധാനമില്ലാതെ ഇന്ന് അവരനുഭവിക്കുന്നതായ വേദനകൾ എത്ര വലുതാണ് എന്ന് നമുക്കറിയുവാൻ കഴിയും. അപ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സകലരെയും സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചത്. അതാണ് ഇവിടെ ശിലോഹോ എന്ന പദത്തിന്റെ അർത്ഥം സമാധാന പൂർണ്ണത അഥവാ സമാധാനം ഉണ്ടാക്കുന്നവൻ എന്ന്. ആ സമാധാനത്തിനായി നമ്മൾ അസമാധാനത്തിന്റെ നായകനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞത്, എന്റെ മകൻ ഭൂതോപദ്രവമാണവന്, എന്റെ ശിഷ്യന്മാര് എത്ര ശ്രമിച്ചിട്ടും അവനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല എന്ന്. യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ ആ മനുഷ്യൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ആ മകനുമായി വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയായി.
അപ്രകാരം തന്നെയാണ് രണ്ട് കുരുടന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച വേണം, നിന്നെ എനിക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് കാഴ്ച ലഭിച്ചു. കുഷ്ഠരോഗത്താൽ പ്രയാസം അനുഭവിച്ച അവർ വിശ്വസിച്ചിരുന്നു യേശുവിനെ ഞങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന്. അവർ സൗഖ്യമായി. അതുവരെയും സമൂഹത്തിൽ തള്ളപ്പെട്ടവരായി, നിന്ദിക്കപ്പെട്ടവരായി മാറ്റി നിർത്തിയവരാണ്. ഇന്നിപ്പോൾ അപ്രകാരമല്ല, അവർ ശുദ്ധിയുള്ളവരായി അവർ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക. കാഴ്ചയില്ലാത്തവരും അപ്രകാരമായിരുന്നു. ഈ ലോകം എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും അവർക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അത് കാണുവാൻ കഴിഞ്ഞാൽ യേശു അവരെ സഹായിച്ചു. അവരുടെ ജീവിതത്തിലേക്ക് വലിയ സമാധാനവും സന്തോഷവും ഉണ്ടായി എന്ന തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാപ്രവചനം 9:6 പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കും എന്ന്. യേശുവിനെ അപ്രകാരമൊക്കെയാണ് വിളിക്കുന്നത്. യേശുവിന്റെ പേരുകളാണ് ഇപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇപ്രകാരമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന പേർ വിളിക്കും. ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുവാനുള്ളത്. എന്നാൽ നമുക്ക് യേശുവിനുള്ള വിശ്വാസമാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം യേശുവിനെ വസിക്കുവാൻ നാം കൊടുക്കുമ്പോഴാണ് നമ്മളിൽ വിശ്വാസം വർദ്ധിക്കുന്നതും ദൈവം നമ്മോട് സംസാരിക്കുന്നതും നമ്മളുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് എനിക്കൊരു സമാധാനമുണ്ടോ, ഒരു ജീവിതം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മ ഉണ്ടാകുകയില്ല എന്നൊക്കെ നാം ചിന്തിച്ച് വെറുതെ നമ്മുടെ സമയം കളയേണ്ടതില്ല. പ്രിയമുള്ളവരെ, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ, യേശുവിന്റെ അടുത്തേക്ക് വിശ്വാസത്തോടുകൂടി ആരൊക്കെ കടന്നു വന്നുവോ, അവരെല്ലാം നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയുമാണ് യേശുവിന്റെ അടുത്തു നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത്. അനേകര് ഇവിടെ ഉൽപ്പത്തി പുസ്തകം 49 പത്തിൽ പറയുന്നത്, അവകാശമുള്ളവൻ വരുവോളോ ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല, ജാതികളുടെ അനുസരണം അവനോടായിരിക്കും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അനേക ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, ജീവിതത്തിൽ യാതൊരു സന്തോഷവുമില്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർ, അനുസരണമില്ലാത്ത ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു സ്വസ്ഥമായ ജീവിതം ആഗ്രഹിച്ചിട്ടത് ലഭിക്കാതെ മാനസികമായി തകർന്ന് അങ്ങനെയുള്ളവർ ആയിട്ടുള്ള മനുഷ്യർ ഇന്ന് യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കിപ്പോഴാണ് മനസ്സിലാക്കുവാൻ തുടങ്ങിയത്, സമാധാനം അനുഭവിക്കുന്ന പലരും അവരുടെ ചുറ്റുപാടുകളിലുണ്ട്, അവരറിയുന്നവരുണ്ട്. അവരൊക്കെയും പറയുന്നു, എന്റെ ജീവിതം ഇപ്രകാരമായിരുന്നു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ആരും എന്നെ സഹായിക്കുവാനില്ലായിരുന്നു, ഞാൻ ഇന്ന വേദനകളിൽ കൂടി ആയിരുന്നപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരിക്കലും വന്നില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടതകളും ചുമന്നുകൊണ്ട് ജീവിതയാത്ര തുടങ്ങിയപ്പോൾ അവിടെ ആരും എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ ഒന്ന് സമാധാനിപ്പിക്കുവാൻ എത്തിയില്ല. എന്നാൽ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ എന്റെ ഭാരങ്ങളെ മുഴുവൻ വഹിക്കുവാൻ ശക്തനായ
ആ ദൈവം നിത്യമായ സമാധാനവും സന്തോഷവും എനിക്ക് തരുവാൻ കഴിയുന്നവനാണ് എന്നവർക്ക് ബോധ്യമായി. അങ്ങനെ അവരുടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. യഹസ്കേൽ പ്രവചനം 21:27 പറയുന്ന, ഞാനതിനെ ഉന്മൂലനാശം വരുത്തും, അതിന് അവകാശമുള്ളവൻ വരുവോളോ അത് ഇല്ലാതെയിരിക്കും, അവന് ഞാൻ അത് കൊടുക്കും എന്ന്. ഇവിടെ പറയുകയാണ്, അവകാശമുള്ളവൻ വരുവോളം ഇവിടെ യാതൊരു സമാധാനവും ഉണ്ടായിരിക്കുകയില്ല, സ്വസ്ഥതയുണ്ടായിരിക്കുകയില്ല. നാമെന്ന നമ്മുടെ സമൂഹം മാത്രമല്ല, ഈ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്വന്തം മക്കളെയും കയ്യിലൊതുങ്ങുന്ന വീട്ടുമാർഗങ്ങളുമായി ജീവന് വേണ്ടി ഓടി പോകുന്ന എത്രയോ മനുഷ്യർ, എത്രയോ പേർ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുന്നവർ, ജീവനെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ബോധ്യമുള്ളവർ, അവരൊക്കെ യേശുവിൻ വരുമ്പോൾ അവർക്ക് നല്ല സമാധാനമുണ്ടാകും, അവർ സുരക്ഷിതരായിരിക്കുമെന്ന് അവർ ബോധ്യപ്പെടുന്നു. അത്തരം അനുഭവങ്ങളുള്ളവർ നമ്മുടെ ചുറ്റുപാടുകളിൽ സമൂഹത്തിൽ അനവധിയാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, അവകാശമുള്ളവൻ വരുമ്പോഴോ അതില്ലാതെയിരിക്കും, അവന് ഞാനത് കൊടുക്കുമെന്ന്. യേശു കർത്താവ് രണ്ടാമത് ഇവിടെ വരുന്നത് വരെയും ഈ ഭൂമിയിൽ സമാധാനം, സന്തോഷം, പരസ്പര സ്നേഹം എന്നത് ഇല്ലായിരിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതാണ് നാം ഇന്ന് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എന്നാൽ യേശു വരുന്നത് രാജാതിരാജാവായി ഈ ഭൂമിയെ വാഴുവാനാണ്, ഭരിക്കുവാൻ. യേശുവിന്റെ ഭരണത്തിൽ ഇവിടെ സമാധാനമുണ്ടായിരിക്കും, ശത്രു ഇവിടെ ഇല്ലായിരിക്കും, പരസ്പരം തമ്മിൽ തല്ലിക്കുന്നവരിവിടെ ഇല്ലായിരിക്കും, കുറ്റം പറയുന്നവരില്ലായിരിക്കും, ദരിദ്രരില്ലായിരിക്കും. അവരാരുമില്ലാത്ത നല്ല സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവുമുള്ള ഒരു രാജ്യം യേശു ഇവിടെ സ്ഥാപിക്കും. ആ രാജ്യത്തിന് അവസാനമില്ല, ആ രാജ്യം നിത്യമായി നിലനിൽക്കുന്നതാണ്. അതിനു വേണ്ടിയാണ് യേശു വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, അവകാശമുള്ളവൻ വരുമ്പോഴും അത് ഇല്ലാതെ ഇരിക്കും, അവന് ഞാനത് കൊടുക്കും എന്ന്. അപ്പോൾ നമുക്ക് സമാധാനം നൽകുക. പ്രിയമുള്ളവരെ, നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ഒരു സമാധാനം അന്വേഷിച്ച് യാത്ര ചെയ്യേണ്ട വരകയില്ല. സമാധാനം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്, നമ്മോട് ചേർന്ന് നിൽക്കുന്നു. നാം അത് സ്വീകരിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. എന്നാൽ യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31, 32, 33 വാക്യങ്ങൾ പറയുന്നത് പ്രകാരമാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന പേർ വിളിക്കണം, അവൻ വലിയവൻ ആകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിലെ എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഇത് യേശുക്രിസ്തുവിനെ പറ്റി പ്രവചിച്ചിരിക്കുന്നതാണ്. 7 പ്രവചനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 7 പ്രവചനങ്ങളിൽ 4 പ്രവചനങ്ങളും നിവൃത്തിയായി ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി 3 പ്രവചനങ്ങൾ മാത്രമാണുള്ളത്, അത് നിവർത്തിക്കപ്പെടും. എന്നാൽ കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഒരു മനുഷ്യന്റെ ആയുഷേറിയാൻ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചുരുങ്ങിയതും ചെറിയതുമായ ഒരു കാലഘട്ടം, അതേറെയും കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നിറഞ്ഞതുമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ സമാധാനം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്.
ആ സമാധാനത്തിന്റെ പ്രഭുവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോട് കൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാനും നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ ദൈവരാജ്യത്തിൽ അവനോട് കൂടെ അവസാനമില്ലാത്ത വാഴ്ചയെ അനുഭവിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭാരവും പ്രയാസവും ദുഃഖവും ദുരിതവും ദേശവേദനകളുമായി ജീവിക്കേണ്ടവരല്ല, സമാധാനത്തോടെ ജീവിക്കേണ്ടവരാണ്. ആ സമാധാനം യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം മൂലം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.